വെൽക്കം. റഹ്മാനാണ്. മോളിക്കുലർ ബയോളജി, ജനറ്റിക്സ് അല്ലെങ്കിൽ ബയോകെമിസ്ട്രി. സോ ഇതിലെല്ലാം വരുന്ന ഈ വീഡിയോ സീരീസിൽ കഴിഞ്ഞ നമ്മുടെ ആദ്യ വീഡിയോ DNA സ്ട്രക്ചറിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ വിശദമായിട്ട് കണ്ടു. അപ്പോൾ ഇനി ഈ വീഡിയോയിൽ നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് പറയുന്നത്. സോ നമുക്ക് ക്രോമാറ്റിൻസ്, ക്രോമസോംസ്, പിന്നെ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന കുറെ ടേംസുകളൊക്കെ നമുക്കൊന്ന് പരിചയിച്ച് പോകണം. ലൈക്ക് ജീൻസ്, അല്ലിലി, ഹിസ്റ്റോൺ, പ്രോട്ടീൻ. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് കവർ ചെയ്താൽ മാത്രമേ നമുക്ക് സെൻട്രൽ ഡോഗ്മ, ദെൻ DNA റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ എന്നിവയിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ഈ വീഡിയോയിൽ അധികം ക്രോമാറ്റിൻസ്, ക്രോമസോംസ്, ദെൻ കാരിയോടൈപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാം. ഒരു മോളിക്യൂൾ അതൊരു ജനറ്റിക് മെറ്റീരിയൽ ആവണമെങ്കിൽ അതിന് ചില പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സവിശേഷതകളൊക്കെ വേണം. ഈ പറഞ്ഞെല്ലാം DNA-ക്ക് ഉണ്ട്. ഇപ്പൊ എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് ഓൺ റെപ്ലിക്ക. അത് സ്വന്തം റെപ്ലിക്ക, അതിന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം, അതിന് അതിന്റെ തന്നെ കോപ്പി എടുക്കാൻ പറ്റണം. സ്വന്തം സവിശേഷതകൾ മിക്കവാറും അതേപോലെ തന്നെ മിറർ ചെയ്യാനായിട്ട് പറ്റണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ഇറ്റ് ഷാൽ ബി സ്റ്റേബിൾ ആയിരിക്കണം, ആൻഡ് ബോത്ത് സ്ട്രക്ചറലി ആൻഡ് കെമിക്കലി. സോ ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ. രണ്ട് രീതിയിലും കെമിക്കലി ആയാലും ആൻഡ് സ്ട്രക്ചറലി ആയാലും അത് സ്റ്റേബിൾ ആയിരിക്കണം. മറ്റ് മോളിക്യൂൾസുമായിട്ട് അനാവശ്യമായിട്ട് ഇന്ററാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ അതിലൊക്കെ ഏർപ്പെടാനുള്ള പ്രവണത കുറവായിരിക്കണം. ആൻഡ് RNA കുറെ കൂടി ഇൻസ്റ്റേബിൾ ആണ്, റിയാക്റ്റീവ് ആണ്. സോ DNA ആണ് അപ്പോൾ കാര്യത്തിൽ നല്ലത്. ഇതൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. ആൻഡ് മൂന്നാമത്തെ പ്രോപ്പർട്ടി, അതിനെ പറ്റിയൊരു എൻവയോൺമെന്റൽ ഓർ അതർ മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതനുസരിച്ച് മാറ്റാനും ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്യാനും അഡാപ്റ്റബിലിറ്റി വേണം. എൻവയോൺമെന്റൽ ഓർ അതർ മ്യൂട്ടേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ദെൻ ഫൈനലി നാലാമത്തത് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേഷനിൽ നിന്ന് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഈ കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയും 4 പ്രോപ്പർട്ടിയാണ് വേണ്ടത്. ഈ പ്രോപ്പർട്ടി എല്ലാം നമുക്ക് DNA-യിലുണ്ട്. സോ ഇതിനൊക്കെ കഴിവുള്ള DNA വളരെ ഭദ്രമായിട്ട് നമ്മൾ സെല്ലിനകത്ത് സൂക്ഷിക്കണം. ഇതിന്റെ ഭാഗങ്ങളെല്ലാം അധികം എക്സ്പോസ്ഡ് ആവാതെ നോക്കണം. പക്ഷേ ആവശ്യത്തിന് അസസ് ചെയ്യാനും പാകത്തിൽ അത് നമ്മൾ സൂക്ഷിക്കണം. സോ DNA-യുടെ മൊത്തം നീളം നമ്മൾ പറഞ്ഞു 2 മീറ്റർ അല്ലെങ്കിൽ 6 ഫീറ്റ് എന്നൊക്കെയാണ് പറയാം. സോ ഇതൊരു സെല്ലിന്റെ അകത്ത് ഇത്രയും ഭാഗം പരിക്കില്ലാതെയും ഡാമേജ് ഇല്ലാതെയും ആവശ്യത്തിന് അസസ് ചെയ്യാനുമുള്ള രീതിയിൽ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെറുതെ ചുരുട്ടി ഇങ്ങനെ DNA ഇങ്ങനെ ചുരുട്ടി കൂട്ടി നമുക്ക് വെക്കാൻ പറ്റില്ല, കെട്ടുമണഞ്ഞു പോകും. അപ്പോൾ ഇതിന് നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് വെച്ച് വേണം നമുക്കിത് ചുരുട്ടി ചെറുതാക്കാൻ. വരും തലമുറ സെല്ലുകൾക്ക് ഇത് കൈമാറ്റം ചെയ്യാൻ നേരത്ത് അതിനെ ആ രീതിയിൽ കോമ്പാക്ട് ആയിട്ട് കൊടുക്കുകയും വേണം. സോ അങ്ങനെയൊക്കെ വെക്കണം DNA. ഈ പാക്കേജിംഗ് ഓഫ് DNA-യുടെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ക്രോമാറ്റിൻസ് അല്ലെങ്കിൽ ക്രോമസോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. നമുക്ക് ആദ്യം ഇതിൽ പ്രോകാരിയോട്സിൽ എങ്ങനെയാണ്, പ്രോകാരിയോട്സിന്റെ കാര്യത്തിൽ ഈ സംഭവങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ, പ്രോകാരിയോട്സ് ഇപ്പോൾ ഇതൊരു ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ അവയ്ക്ക് പ്രത്യേകമായിട്ട് ഒരു ന്യൂക്ലിയസ് ഇല്ല. ഒരു ന്യൂക്ലിയസിനകത്തിൽ എല്ലാം സൈറ്റോപ്ലാസത്തിൽ തന്നെ വെക്കണമെങ്കിൽ ഇവരുടെ DNA എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ആൻഡ് സൈറ്റോപ്ലാസത്തിൽ മാത്രമല്ല പ്ലാസ്മിഡ്സിലും കാണും. ആൻഡ് ഇവിടെ DNA സർക്കുലാർ DNA ആണെന്ന് വെച്ചാൽ ഒരു വശം രണ്ടറ്റവും കൂടി ചേർന്നതാണ്. സോ DNA-ക്ക് നമുക്കറിയാം ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് അമിനോ ആസിഡ്സ് ധാരാളമായിട്ടുള്ള കുറെ പ്രോട്ടീനുകൾ വെച്ച് ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ ചില ഭാഗത്ത് വെക്കുകയാണെങ്കിൽ അതിനെ ആ ഭാഗത്തെ നമ്മൾ ന്യൂക്ലിയോയിഡ് എന്നാണ് പറയുക, ന്യൂക്ലിയോയിഡ്സ് എന്ന് പറയും. സോ പ്രോകാരിയോട്സിൽ DNA ഇരിക്കുന്നത് ന്യൂക്ലിയോയിഡ്സിലാണ്. ന്യൂക്ലിയോയിഡ്സ് ആണ് DNA-യുടെ ഭാഗം. ഇനി നമ്മൾ യൂക്കാരിയോട്സിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ DNA ഈസ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്താണ് DNA ആൻഡ് ഇറ്റ് ഈസ് ഇൻ എ ഹൈലി കണ്ടൻസ്ഡ് ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ക്രോമാറ്റിൻ ആയിട്ടായിരിക്കും ഇരിക്കുക. ദെൻ ഇതിനെ വീണ്ടും ചുരുട്ടി വീണ്ടും ഹൈലി കണ്ടൻസ്ഡ് ഫോമിലൊക്കെ ആയിരിക്കും വെക്കുക. സോ ആദ്യം ഇപ്പോൾ ഇത് DNA ഒന്നിങ്ങനെ വരയ്ക്കാം. ഞാൻ എന്താ DNA ആണ്, ഭംഗി നോക്കണ്ട. DNA ഇങ്ങനെ വരുന്നു. ഈ DNA ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള അതിന്റെ ചുറ്റും ചുറ്റിയെടുക്കും. ബോൾ ലൈക്ക്, ഞാൻ ഇങ്ങനെ ബോൾ വരയ്ക്കാം. ഈ ബോളിനകത്ത് പക്ഷേ 4 തരം പ്രോട്ടീനുകൾ ചേർന്ന ഒരു ഇറ്റ്സ് ആൻ ഒക്ടാമർ ആണ്. ഇങ്ങനെ 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 ഒരു ഒക്ടാമർ ആണ്. ഒക്ടാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രോട്ടീൻ ഹിസ്റ്റോൺ ഒക്ടാമർ എന്നാണ് അതിനെ വിളിക്കുക. ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വെച്ചാൽ സോ ഇതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. ഇതിനകത്ത് 2 H2A പ്രോട്ടീൻ ഉണ്ട്, 2 ഉണ്ട്. H2B 2 ഉണ്ട്. ദെൻ H3 എന്ന് പറയുന്ന പ്രോട്ടീൻ 2 ഉണ്ട്. ദെൻ H4. സോ ഇങ്ങനെയുള്ളൊരു ഹിസ്റ്റോൺ പ്രോട്ടീനകത്താണ്, ഒക്ടാമറിനകത്താണ് ഇത് ആദ്യം ചുറ്റിയെടുക്കുക. സോ ഇതിങ്ങനെ ചുറ്റിയെടുക്കുക എന്ന് വിചാരിക്കുക. നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു 150 to 200 ബേസ് പെയേഴ്സ് ആണ് ഈ ഒറ്റ ചുറ്റലിൽ ഉണ്ടാവുക. സാധാരണ 200 എന്നാണ് സാധാരണ ഒരു കണക്ക്, എങ്കിലും പല ബുക്കിലും 150 to 200 പറയുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് ഈ ഹിസ്റ്റോൺ ഒക്ടാമർ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് DNA ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഹിസ്റ്റോണിനകത്ത് ഒരുപാട് ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ട്, ആർജിനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ട്. ലൈസീനും ആർജിനും നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ് ആണ്. അപ്പോൾ ഹിസ്റ്റോണിനകത്ത് ഇത് പോസിറ്റീവ്ലി ചാർജ് ആയിരിക്കും. നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള DNA അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. ആൻഡ് ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാഗത്തെ നമ്മൾ ന്യൂക്ലിയോസോം എന്നാണ് പറയുന്നത്, ന്യൂക്ലിയോസോം. അപ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമറും DNA കൂടി ഇങ്ങനെ റാപ്പ് റൗണ്ട് ആയിട്ട്
ആയിട്ടിരിക്കുന്ന ഭാഗത്തെ നമ്മൾ ന്യൂക്ലിയോസോം എന്ന് നമ്മൾ വിളിക്കും. ആൻഡ് ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻ തീർന്നിട്ടില്ല, ഒരെണ്ണം കൂടി ഉണ്ട്. പക്ഷെ അത് ന്യൂക്ലിയോസോമിന് പുറത്താണ്. ന്യൂക്ലിയോസോമിന് പുറത്ത് ഉള്ള ഈ പ്രോട്ടീൻ നമ്മൾ H1 പ്രോട്ടീൻ എന്നാണ് വിളിക്കുക. ഈ H1 പ്രോട്ടീൻ ഇവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും DNA പിന്നെ ഇങ്ങോട്ട് പോവുകയാണ്. DNA അത് അഴിഞ്ഞു പോകാതെ ഈ കെട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ H1 എന്ന് പറയുന്ന പ്രോട്ടീൻ. സോ ഇതുപോലെ ഇനി അടുത്ത ഭാഗം DNA നമ്മൾ കൂട്ടുകയാണെങ്കിൽ അവിടെയും ഇതേപോലെ ഒരു ഒക്ടാമർ ഉണ്ടാകും. ഒക്ടാമർ ഞാൻ ഇങ്ങനെ വീണ്ടും വരയ്ക്കുകയാണ്. ഇതിലിങ്ങനെ ചുറ്റിയെടുക്കാം. ഓക്കെ, ഇവിടെ H1 പ്രോട്ടീൻ ഇരിക്കാം. അടുത്തത് ഞാൻ വീണ്ടും വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും? വീണ്ടും ഇങ്ങനെ വരയ്ക്കുന്നു. അതിന്റെ മുകളിൽ പ്രോട്ടീൻ 4 പ്രോട്ടീൻ ഉണ്ട്. ഒന്ന് ചുറ്റിയെടുക്കുന്നു. H1 പ്രോട്ടീൻ ഇവിടെ വയ്ക്കുന്നു. ഇങ്ങനെ അങ്ങ് പോകും അല്ലേ? നമുക്കപ്പോൾ സിമ്പിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് DNA ആണെങ്കിൽ ഇവിടെ ഒരു ന്യൂക്ലിയോസോം, ഇവിടെ ന്യൂക്ലിയോസോം, ഇവിടെ ന്യൂക്ലിയോസോം, ന്യൂക്ലിയോസോം, ന്യൂക്ലിയോസോം. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്തായിട്ടായിരിക്കും നമ്മൾ കാണാം? നമുക്ക് കാണാൻ പറ്റിയ മീൻസ് എ ബീഡ്സ് ഓൺ സ്ട്രിങ് എന്നാണ് വിളിക്കുക. ബീഡ്സ് ഓൺ സ്ട്രിങ്, നമ്മുടെ മുത്തുമാല ഒരു നൂലിൽ കോർത്തത് പോലെ, മുത്തുമാല കോർത്തത് പോലെ ആയിട്ടാണ്. അങ്ങനെ ഇത് ഒരു 10 നാനോ മൈക്രോൺ ഫൈബർ ആകും. സോ ഇതിനെപ്പോൾ നമുക്ക് ക്രോമാറ്റിൻ എന്ന് വിളിക്കാം. സോ ഇതാണ് ക്രോമാറ്റിൻ എന്ന് പറയുന്ന സംഭവം. ഇനി 2 ന്യൂക്ലിയോസോം, ഇതൊരു ന്യൂക്ലിയോസോം, ഇതൊരു ന്യൂക്ലിയോസോം, അല്ലെങ്കിൽ ഇതൊരു ന്യൂക്ലിയോസോം, ഇതൊരു ന്യൂക്ലിയോസോം. ഇതിന്റെ ഇടയിലുള്ള ഈ സ്പേസിനെ നമുക്ക് ലിങ്കർ DNA എന്നോ സ്പേസർ DNA എന്നൊക്കെയാണ് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. ആൻഡ് ഇനി ഈ ഹിസ്റ്റോൺ പ്ലസ് DNA ഈ ഭാഗമായിട്ടുള്ള ന്യൂക്ലിയോസോമുകൾ നമുക്ക് വീണ്ടും അടുക്കി കോയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊരു ന്യൂക്ലിയോസോമാണ്, ഇത് അടുത്ത ന്യൂക്ലിയോസോമാണ്, അടുത്ത ന്യൂക്ലിയോസോമാണ്, ഇങ്ങനെ അടുപ്പിച്ച് വീണ്ടും നമുക്ക് ഇങ്ങനെ അടുക്കി വീണ്ടും നമ്മൾ ചുറ്റിയെടുക്കുകയാണെങ്കിൽ, കോയിൽ ചെയ്യുകയാണെങ്കിൽ, സോ ആ കോയിലിനെ നമ്മൾക്ക് സോളിനോയിഡ് കോയിലിംഗ് സൂപ്പർ സോളിനോയിഡ് കോയിലിംഗ് സിക്സാഗ്, സോ സോളിനോയിഡ് അല്ലെങ്കിൽ സൂപ്പർ സോളിനോയിഡ് അല്ലെങ്കിൽ സിക്സാഗ് കോയിലിംഗ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇത് ചെറുതായി വരും. ഈ 10 nm ഫൈബറിനെ നമുക്കൊരു 30 നാനോ mm ഫൈബർ അല്ലെങ്കിൽ അതിലും താഴെ 300 വരെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വീണ്ടും കണ്ടൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇങ്ങനെ ഉണ്ടാക്കിയതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഈ ഇവിടെ തന്നെ ന്യൂക്ലിയസിനകത്തൊക്കെ തന്നെയുള്ള സ്കാഫോൾഡ് അസംബിൾഡ് റീജിയൻസ് നമ്മുടെ ഇതിനകത്തുള്ള അഡിനിൻ, തൈമിനൊക്കെ ആ ഏരിയയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ കൊഹസിൻസ്, കാഡ്ഹെറിൻസ് ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഇതിന് ചുറ്റുമൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതിനെ ഹൈലി കോയിൽഡ് ആക്കി മാറ്റാൻ പറ്റും. സോ ഇങ്ങനെ ഹൈലി കോയിൽഡ് ആൻഡ് കണ്ടൻസ്ഡ്, ഇപ്പോൾ ഇത് മൊത്തം ഇതാണെങ്കിൽ ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്നത് വളരെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള, ചുരുക്കി ഇങ്ങനെ വരയ്ക്കാം ഒരു സംഭവം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ക്രോമാറ്റിൻ എന്ന് മാറി ക്രോമോസോമിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ക്രോമാറ്റിൻ മാറി ക്രോമോസോം. എങ്കിലും നമുക്ക് ആദ്യം ക്രോമോസോം ആയിട്ടില്ല, എപ്പോഴും ക്രോമോസോം ആവണതിന് മുമ്പ് കുറേയും കൂടി ഒന്ന് കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഇതിനെ നമുക്ക് ഹെറ്ററോക്രോമാറ്റിൻ എന്ന് നമുക്കതിനെ വിളിക്കാം. ഈ ഹെറ്ററോക്രോമാറ്റിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ജീനിനെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു റോൾ ഇങ്ങനെ എടുക്കുക, ഈ ഭാഗം എടുത്തിട്ട് നമുക്ക് ജീനെ ഒന്ന് അസസ് ചെയ്യണമെങ്കിൽ ആ ഭാഗം അതിനെ പുള്ള് ചെയ്തിട്ട് എടുത്തിട്ട് അതിനെ അൺകോയിൽ ചെയ്തെടുക്കുന്നതാണെങ്കിൽ അതിനെ നമ്മൾ യൂക്രോമാറ്റിൻ എന്നാണ് വിളിക്കുക. യൂക്രോമാറ്റിൻ എന്ന് വിളിക്കും. സോ ഇങ്ങനെ അൺകോയിൽഡ് ആവുന്ന ഭാഗമാണ്. ഹെറ്ററോക്രോമാറ്റിന്റെ ഭാഗം അൺകോയിൽഡ് ആവില്ല. സോ യൂക്രോമാറ്റിൻ ഈസ് എ റിലാക്സ്ഡ് സ്റ്റേറ്റ് ആണ്. റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് ക്രോമാറ്റിൻ. എല്ലാം ക്രോമാറ്റിൻ തന്നെയാണ്. ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് തുടങ്ങിയവയ്ക്കൊക്കെ നമുക്കപ്പോൾ അസസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിനെ നമുക്ക് ക്രോമാറ്റിൻ റീമോഡലിംഗ് എന്നാണ് പറയുക. സോ ക്രോമാറ്റിൻ ചുരുക്കി വെച്ചിരിക്കുന്നതിന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെച്ചിരിക്കുന്ന യൂക്രോമാറ്റിൻ ആക്കാൻ ഹിസ്റ്റോൺ അസിറ്റൈലേഷൻസ്, മെത്തിലേഷൻ, ഫോസ്ഫോറിലേഷൻ ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെ പതുക്കെ ഒന്ന് അഴിച്ചൊക്കെ എടുക്കുക. സോ ഇങ്ങനെ നമുക്ക് ക്രോമാറ്റിൻ ഏറ്റവും ചുരുട്ടി എടുത്തതാണ്. ഞാനിവിടെ ഏകദേശം വരച്ചു. ഇങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ സംഭവമാണ് ക്രോമോസോം എന്ന് പറയുന്നത്. സോ ക്രോമോസോംസ് ആർ മെയ്ഡ് ഓഫ് ക്രോമാറ്റിൻസ് തന്നെയാണ്. സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ സംഭവങ്ങൾ നമുക്ക് ഉണ്ടാകുക. ആൻഡ് ഇറ്റ്സ് റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. റോഡ് ഷേപ്ഡ് നമ്മൾ സാധാരണ ക്രോമോസോം വരയ്ക്കുക ഇങ്ങനെ വരയ്ക്കുന്നു, പിന്നെ ഇങ്ങനെ വരയ്ക്കുന്നു. ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെയും കൂടി വരയ്ക്കും അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ് വിത്ത് സെൻട്രോമിയർ, നടുവിലൊരു സെൻട്രോമിയർ ഒക്കെ ആയിട്ടായിരിക്കും വരയ്ക്കുക. സോ ഇത് നത്തിങ് ബട്ട് ദീസ് ആർ ഹൈലി കണ്ടൻസ്ഡ് ക്രോമാറ്റിൻസ് ആണ്. ക്രോമാറ്റിൻസ് എന്ന് പറഞ്ഞാൽ തന്നെ DNA കണ്ടൻസ്ഡ് ഫോം ആണ്. ഇനി നമ്മൾ ഈ ക്രോമാറ്റിനും, ദിസ് ഇസ് ക്രോമാറ്റിൻ ആൻഡ് ഇത് ക്രോമോസോമും തമ്മിൽ എന്തെല്ലാം ക്രോമോസോം തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സാമ്യതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും DNA തന്നെയാണ്. DNAയുടെ ലോങ് സ്ട്രാൻഡ്സ് ഓഫ് DNA ആണ്. രണ്ടും ലോങ് സ്ട്രാൻഡ്സ് ഓഫ് DNA ആണ്. ഇതും സോ സ്ട്രെച്ച് ഓഫ് DNA തന്നെയാണ്. രണ്ടിലും ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട്. ഇതിലും ഉണ്ട്, ഇതും അത് തന്നെയാണ്. ആൻഡ് ക്രോമാറ്റിൻ എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് ആണ്. പക്ഷെ കണ്ടൻസ്ഡ് ആണെങ്കിലും ഇത് ഹൈലി കണ്ടൻസ്ഡ് ആണ്. വളരെ അധികം കണ്ടൻസ്ഡ് ആണ്. അത്രയും കണ്ടൻസ്ഡ് അല്ല ക്രോമാറ്റിൻ. ആൻഡ് ഇതിൽ തന്നെ പ്രത്യേകിച്ച് യൂക്രോമാറ്റിൻ എന്ന് പറയുന്ന ഭാഗങ്ങൾക്ക് സ്ട്രെയിറ്റ് ഇപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലോങ് ചെയിൻ ആയിട്ടൊക്കെ ഭാഗമായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇത് ഹൈലി കണ്ടൻസ്ഡ് DNA പീസസ് ആണ്. മൂന്നാമത്തത് പറയുകയാണെങ്കിൽ ഇത് എല്ലാ
എല്ലാ സെല്ലിന്റെയും സെൽ സൈക്കിളിന്റെ എല്ലാ ഫേസിലും കാണാൻ പറ്റും. ഇപ്പോൾ G0 ഫേസ്, G1 ഫേസ്, G2, S ഈ ഫേസിലെല്ലാം ഇതുണ്ട്. ബിക്കോസ് അവിടെ എല്ലാം ഇപ്പോൾ പല പ്രോസസ് നടക്കുമ്പോഴത്തേക്കും അത് കാണാൻ പറ്റും. ആൻഡ് ഇതാണെങ്കിൽ ഓൺലി ഇൻ മൈറ്റോട്ടിക് ഫേസിൽ മാത്രമാണ്. മൈറ്റോട്ടിക് ഫേസിൽ ആ ഫേസിൽ സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ സോ ഓൺലി ഇൻ സെൽ ഡിവിഷൻ ഫേസിൽ മാത്രമാണ് ഇത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇത് സാധാരണ രീതിയിൽ ഇത് വിസിബിൾ അല്ല, പക്ഷെ ഇത് വിസിബിൾ ആണ്. എപ്പോഴാണെന്ന് വെച്ചാൽ സെൽ സൈക്കിളിന്റെ ആ സമയത്ത് മാത്രം ഇത് വിസിബിൾ ആണ്. ഹൈലി കണ്ടൻസ്ഡ് ആയതുകൊണ്ട് അത് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇത് ലൂസ് ഫോം ആയിട്ടായിരിക്കും കാണുക. പക്ഷെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഹൈലി കണ്ടന്റ് ആണ്. സ്പിൻഡിൽ ഫൈബേഴ്സ് പിടിക്കാനുള്ള പ്രത്യേക സെൻട്രോമിയേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഏരിയ അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് നാലാമത്തെ ക്രൊമാറ്റിൻ ഓപ്പൺ ആയിട്ട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ മെറ്റബോളിസത്തിൽ ഇടപെടാൻ പറ്റും. സെൽ മെറ്റബോളിസത്തിൽ കാര്യമായിട്ടുള്ള റോൾ ഉണ്ട്. ഇപ്പോൾ DNA റെപ്ലിക്കേഷൻ ആയാലും അതിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ പ്രോട്ടീൻ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യണമല്ലോ. ബട്ട് ഇത് മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആണ്. ദിസ് ക്രോമസോം ഈസ് മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആണ്. ആൻഡ് ക്രോമസോം സെൽ ഡിവൈഡ് ചെയ്തിട്ട് 2 ക്രോമസോം ആകുമ്പോൾ ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ക്രോമസോം ഇരിക്കുകയാണ്. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വേറെ ക്രോമസോം കൂടി പുതിയതായിട്ട് ഡോട്ടർ ക്രോമസോംസ് കൂടി ഉണ്ടാകും. ആൻഡ് അഞ്ചാമത്തത് ഇത് പെയർഡ് അല്ല. ദിസ് ഈസ് നോട്ട് പെയർഡ്. ഇപ്പൊ നമ്മുടെ സെല്ലിനകത്ത് ക്രോമസോം ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഇങ്ങനെ കിടക്കായിരിക്കും, അവിടെ ഇവിടെ ആയിരിക്കും. പക്ഷെ ഇത് അങ്ങനെ ആയിരിക്കില്ല. ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഇത് ക്രോമസോം നമ്പർ 1 ആണെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ രണ്ടാമത്തെ ക്രോമസോം കാണാം. ദിസ് ഈസ് പെയർഡ് ആയിരിക്കും. 1A 1B 1 ക്രോമസോം നമ്പർ 1 ആണെങ്കിൽ പെയർഡ് ആയിട്ടായിരിക്കും. സോ ഇതൊക്കെയാണ് വ്യത്യാസം. സോ രണ്ടിനും ഇത് സെൽ ഡിവിഷന് വേണ്ടി അടുത്ത ആൾക്ക് കൈമാറാൻ വേണ്ടിയുള്ളതാണ്. ഇത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ളതാണ്. ഇനി നമുക്ക് ക്രോമസോമിനെ കുറിച്ച് പറയാം. സോ നമുക്ക് ആദ്യം ഒരു ക്രോമസോം പെയർ നോക്കാം. സോ ഞാനിവിടെ വലുതായിട്ടൊരു ക്രോമസോം വരയ്ക്കുകയാണ്. ഇത് 1A അച്ഛനിൽ നിന്ന് കിട്ടിയതാണ്. ഇത് സെയിം ക്രോമസോം തന്നെയാണ്. ക്രോമസോം 1 ആണ് ഞാൻ ഇവിടെ വരുന്നത്. 1B ആണ്. ഇത് അമ്മയിൽ നിന്ന് കിട്ടിയത്. സോ ഇത് രണ്ടും ഒരാളിലുണ്ട്. പേരൻസിൽ നിന്ന് കിട്ടിയ നമ്മുടെ ഒരേ ക്രോമസോമിന്റെ 2 ഭാഗങ്ങളാണ്. ഓക്കെ. സോ ഇത് രണ്ടും മിക്കവാറും അല്ലെങ്കിൽ നിയർലി ഐഡന്റിക്കൽ ആണ്. ഞാൻ ഫുള്ളി ഐഡന്റിക്കൽ എന്നല്ല പറഞ്ഞത്, നിയർലി ഐഡന്റിക്കൽ ആണ്. ആൻഡ് ഇതിനകത്തുള്ള DNA-യിൽ മിക്കവാറും സെയിം ജീൻസ് ഉണ്ടാകും. സെയിം ജീൻസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ദിസ് ജീൻ ഓർഡറും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് പെയർ ചെയ്യുന്നത്. ക്രോമസോം നമ്മൾ വരയ്ക്കുമ്പോൾ ക്രോമസോം 1A-യും 1B-യും പെയർഡ് ആയിട്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള ക്രോമസോമുകളെ നമുക്ക് ഹോമോലോഗസ് പെയർ എന്ന് വിളിക്കും. സോ ക്രോമസോം 1 ഈസ് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്നത് ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോം ആയിരിക്കും. അതുകൊണ്ട് അത് പെയർ ചെയ്യും. അപ്പോൾ നമ്മൾ ജീൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ജീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോസ് നമുക്ക് ഇവിടെ ഒരു ജീൻ വരയ്ക്കാം. സപ്പോസ് ഇതൊരു ജീൻ ആണ്. A ഇവിടെ ഉണ്ട്, ഇവിടെയും ഒരു A ജീൻ ഉണ്ട്. ഓക്കെ. സോ എ പീസ് ഓഫ് DNA that can make a product. DNA-യുടെ ഒരു പീസ് ആണല്ലോ ഇത്. ക്രോമസോം എന്ന് പറഞ്ഞാൽ DNA ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുകയാണല്ലോ. സോ അതിന്റെ ഒരു ഭാഗമാണ്. സോ ഇറ്റ്സ് എ പീസ് ഓഫ് DNA that can make a product. അപ്പൊ RNA ആയിരിക്കും അതിന്റെ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആയിരിക്കും. സോ ഫൈനൽ പ്രോഡക്റ്റ് വിൽ ബി എ പ്രോട്ടീൻ. സോ ഇതിനാണ് നമ്മൾ ജീൻ എന്ന് പറയുക. സോ ജീൻ എന്ന് വെച്ചാൽ ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ അതിന്റെ RNA കോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു പീസ് ഓഫ് DNA ആണ് നമ്മൾ ജീൻ എന്ന് പറയും. ആൻഡ് ഒരു ക്രോമസോമിൽ ഇതുപോലെ 100 കണക്കിന് ജീൻ ഉണ്ടായിരിക്കും. ഇതിപ്പോ ജീൻ A ആണ് എന്ന് കരുതാം. അപ്പോൾ ഈ ജീൻ A അല്ലെങ്കിൽ അടുത്ത ഏത് ജീൻ ആയാലും അതിരിക്കുന്ന ലൊക്കേഷനെ നമ്മൾ വിളിക്കുക ലോക്കസ് എന്നാണ്. സോ ലോക്കസ് മീൻസ് ദ ഫിസിക്കൽ ലൊക്കേഷൻ ഓൺ ക്രോമസോം ഫോർ എ പെർട്ടിക്കുലർ ജീൻ. അതിനെയാണ് നമ്മൾ ലോക്കസ് എന്ന് വിളിക്കുന്നത്. സോ ലോക്കസ് ഓഫ് എ ജീൻ നമ്മൾ പഠിച്ചു. ജീൻ എന്താന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് ഈ ക്രോമസോമിൽ തന്നെ മറ്റൊരു ജീൻ കൂടി ഞാൻ വരയ്ക്കുകയാണ്. സോ ജീൻ A വരച്ചു. ഇനി ഞാൻ വരയ്ക്കുന്നത് ജീൻ B ആണ്. ഇവിടെ ഒരു ജീൻ B ഉണ്ടെന്ന് കരുതുക. ഇവിടെയും ഉണ്ട്. ഞാൻ ഇത് എഴുതിയത് ലോവർ കേസിൽ, ഇത് അപ്പർ കേസിലാണ്. സോ ജനറ്റിക്സിൽ നമ്മൾ അപ്പർ കേസിൽ എഴുതി കഴിഞ്ഞാൽ ഇത് നോൺ മ്യൂട്ടേറ്റഡ് ജീൻ ആണ് എന്നാണ് അർത്ഥം. ആൻഡ് ലോവർ കേസിൽ എഴുതി കഴിഞ്ഞാലോ, ലോവർ കേസിൽ എഴുതി കഴിഞ്ഞാൽ മാറ്റം ഉള്ള ജീനാണ്. സം ഡിഫറൻസ്, മാറ്റമുണ്ട്, മ്യൂട്ടേറ്റഡ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തമാണ് എന്നാണ് അർത്ഥം. ആൻഡ് ഇതിൽ തന്നെ മൂന്നാമതൊരു ജീൻ കൂടി ഞാൻ വരയ്ക്കുകയാണ്. അതാ ഇവിടെ ഒരു മൂന്നാമതൊരു ജീൻ വരയ്ക്കുകയാണ്. ഇത് ജീൻ C ആണ്. ആൻഡ് ഇവിടെയും ജീൻ C ഉണ്ട്. പക്ഷെ ഇത് ഞാൻ സ്മോൾ ലെറ്ററിലാണ് എഴുതുക. അതിന്റെ അർത്ഥം എന്താ? സോ ജീൻ 1A-യിലും C ജീൻ ഉണ്ട്, ഇതിലും ഉണ്ട് C ജീൻ. പക്ഷേ ഈ ജീൻ അല്ല ഈ ജീൻ, ചെറിയ വ്യത്യാസമുണ്ട്. സോ ഇറ്റ്സ് എ വേർഷൻ വ്യത്യാസമുണ്ട്. മോഡിഫൈഡ് വേർഷൻ ആണ്. സോ ദിസ് ഈസ് എ മോഡിഫൈഡ് വേർഷൻ. ആൻഡ് ഇങ്ങനെ മോഡിഫൈഡ് വേർഷൻ, ജീനിന്റെ മോഡിഫൈഡ് വേർഷനെയാണ് നമ്മൾ അല്ലെലീസ് എന്ന് പറയും. സോ അടുത്തൊരു ടേം നമ്മൾ കേട്ടു, അല്ലെലീസ്. സോ അല്ലെലീസ് എന്നാൽ വൺ ഓഫ് ദ സെവറൽ വേർഷൻസ് ഓഫ് എ സെയിം ജീനിന്റെ പലതരം വേർഷൻ, സെയിം ജീനിന്റെ പലതരം വേർഷനുകളിൽ ഒന്നോ രണ്ടോ, ഇതൊരു വേർഷനാണ്, ഇതൊരു വേർഷനാണ്. സോ ഇതൊരു അല്ലെലിയാണ്, ഇത് ഒരു അല്ലെലി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജീൻ C മനുഷ്യന്റെ സ്കിൻ കളർ, അപ്പൊ ഇത് വേണമെങ്കിൽ ഒരു വൈറ്റ് കളർ കൊടുക്കുന്നതാണെന്ന് വിചാരിക്കാം. ഇത് കുറച്ചും കൂടി
കൂടി ഡാർക്ക് ആക്കുന്നതാണെന്ന് കരുതി കഴിഞ്ഞാൽ രണ്ടും സ്കിൻ കളറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ജീനാണ്. പക്ഷെ ഇത് വൈറ്റ് ആണ് കൊടുക്കുന്നത്, ഇത് ഡാർക്ക് ആണ്. സോ ഇറ്റ്സ് സ്കിൻ കളറിന്റെ തന്നെ രണ്ട് അല്ലലീസ് ഓഫ് ദ സെയിം ജീൻ ആണ് എന്ന് നമുക്ക് പറയാം. സോ ഇപ്പോൾ ഒരാളിൽ തന്നെയാണ് ഇത് രണ്ടും ഉള്ളത്. സോ ഒരാളിൽ തന്നെ ബിഗ് സിയും ഞാൻ എഴുതിയിട്ടുണ്ട്, സ്മോൾ സിയും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വിളിക്കുക ഹെറ്ററോസൈഗസ് പെയേഴ്സ് എന്ന് വിളിക്കാം. ഹെറ്ററോസൈഗസ് പെയേഴ്സ് ഓഫ് വാട്ട്? ജീൻ ആണ്. അപ്പൊ ആദ്യത്തേതോ എ ജീൻ. എ എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആയിരുന്നു. ഇവിടെയും ക്യാപിറ്റലാണ്, ഇവിടെയും ക്യാപിറ്റലാണ്. ഹോമോസൈഗസ് ആണ്. ബിയോ മ്യൂട്ടേറ്റഡ് ആണ്, പക്ഷെ രണ്ടിലും സെയിം തന്നെയാണ്. അപ്പൊ ഇവിടെയും ഹോമോസൈഗസ് ആണ്. സോ ഇത് നമ്മൾ പറഞ്ഞു ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമോസോം ആണെന്ന് പറഞ്ഞു. സോ സെയിം ഹോമോലോഗസ് പെയറിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാകാം? ഹെറ്ററോസൈഗസ് പെയർ ഓഫ് ജീൻസ് ഉണ്ടാകാം, ഹോമോസൈഗസ് പെയർസ് ഓഫ് ജീനും ഉണ്ടാകും. അപ്പൊ ക്യാപിറ്റൽ എ ഞാൻ എഴുതിയത് ഡോമിനന്റ് എന്ന അർത്ഥത്തിലാണ്. ഡോമിനന്റ്. സ്മോൾ ലെറ്ററിൽ എഴുതിയത് റെസസീവ് ആണ്. സോ ദിസ് ഈസ് റെസസീവ്, മാറ്റം വന്നതാണ്. ആൻഡ് ഇതായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. ഇതാണെങ്കിൽ ഇതായിരിക്കും അയാളിൽ. രണ്ടിലും സെയിം ആണെങ്കിൽ അതായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. സോ എ എന്ന് പറയുന്നത് ഹോമോസൈഗസ് ഡോമിനന്റ് ജീൻസ് ആണ്. ബി എന്ന് പറയുന്നത് ഹോമോസൈഗസ് തന്നെയാണ്, പക്ഷെ റെസസീവ് ജീനാണ്. സി എന്ന് പറയുന്നത് ഹെറ്ററോസൈഗസ് ജീനുകളാണ്, രണ്ട് അല്ലലികളാണ്. ഇനി ക്രോമസോം ഞാനിപ്പോ ഒന്നും കൂടി ഇങ്ങനെ തന്നെ വരയ്ക്കുകയാണ്. അതിലൊരു സെൻട്രോമിയർ ഉണ്ട് എന്ന് നമ്മൾക്കറിയാം. സോ സെൻട്രോമിയർ ഇരിക്കുന്ന അനുസരിച്ച് നമുക്ക് 4 ആക്കാം. സോ ഞാൻ 4 ക്രോമസോം കൂടി വരയ്ക്കുകയാണ്. സോ ഇതിന് സെൻട്രൽ ആയിട്ടാണ് ഇരിക്കുന്നത് കരുതുക. സോ അങ്ങനെയുള്ളത് മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് നമുക്ക് വിളിക്കാം. ആൻഡ് ഇത് നടുവിന്റെയും ഇതിന്റെയും അറ്റത്തിന്റെയും ഇടയിൽ ഇവിടെയാണ് ഇരിക്കുന്നത്. ബിറ്റ്വീൻ ദ മിഡിൽ ആൻഡ് ദ എൻഡ് ആണെങ്കിൽ ഇത് സബ് മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് നമുക്ക് വിളിക്കാം. ആൻഡ് ഇത് ടിപ്പിനോട് വളരെയധികം ചേർന്നാണ്, പക്ഷെ എക്സ്ട്രാ DNA പിന്നെയും പുറത്തുണ്ടെങ്കിൽ ഇത് അക്രോസെൻട്രിക് ക്രോമസോമാണ്. അടുത്തത് ഏറ്റവും അറ്റത്താണ് സെൻട്രോമിയർ ഇരിക്കുന്നതെങ്കിൽ ഇതിനെ നമുക്ക് ടീലോസെൻട്രിക് ക്രോമോസോം എന്നായിരിക്കും നമ്മൾ വിളിക്കുന്നത്. ഇത് ടീലോസെൻട്രിക് ആണോ അക്രോ ആണോ മെറ്റാ ആണോ എന്നനുസരിച്ച് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജസ് ഒന്നുമില്ല ഒന്നിലും. പക്ഷെ മനുഷ്യനിൽ നമുക്കറിയാം ഈ ടീലോസെൻട്രിക് ഇല്ല. മാനില് ഈ ഹ്യൂമനകത്ത് ഇതില്ല. പക്ഷെ മൗസിലാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതൊക്കെയാണ് വ്യത്യാസങ്ങൾ. ഇനി നമുക്ക് ഈ ക്രോമസോംസിന്റെ കാരിയോടൈപ്പിനെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് നിർത്തും. സോ ഇതൊരു സെല്ലിലെ ക്രോമസോം ആണ്. എല്ലാം അങ്ങ് നിരത്തി വെച്ചിരിക്കുകയാണ്. 23 ക്രോമസോം ഉണ്ട് മനുഷ്യന്, നമുക്കറിയാം. പേഡാണ് എന്ന് നമുക്കറിയാം. സോ അമ്മയുടെ ഉണ്ട്, അച്ഛന്റെ ഉണ്ട്. സോ ദിസ് ഈസ് 1 അച്ഛന്റെ, ഇത് അമ്മയുടെ. ക്രോമസോം നമ്പർ 1 ആണ്, രണ്ടും ഉണ്ട്, പേഡാണ്. നോക്കി കഴിഞ്ഞാൽ ക്രോമസോം നമ്പർ 1 ആണ് ഏറ്റവും വലുത്. സോ 1 ഈസ് ദ ബിഗസ്റ്റ്. അതിന് തൊട്ട് താഴെ ചെറുതായിട്ടിരിക്കുന്നതാണ് 2, പിന്നെ ചെറുതാണ് 3. അങ്ങനെ നോക്കുകയാണെങ്കിൽ 22ാമത്തെയാണ് ഏറ്റവും ചെറുത്. സോ 1 മുതൽ 22 വരെ പോകുമ്പോഴത്തേക്കും ക്രോമസോമിന്റെ സൈസ് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ രണ്ടും പേഡാണ്. ഇതും അച്ഛന്റെ, ഇത് അമ്മയുടെ. പേഡാണ്. സോ ദീസ് ആർ പേഡാണ്. സോ ഈ 1 മുതൽ 22 വരെയുള്ള ക്രോമസോമിനെ നമ്മൾ ഓട്ടോസോംസ് എന്നാണ് വിളിക്കുക. ഓട്ടോസോംസ് എന്നാണ് നമ്മൾ വിളിക്കുക. എല്ലാ സെല്ലിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇത് കാണുക. ആൻഡ് ഇതിൽ ക്രോമസോം നമ്പർ 23 നോക്കി കഴിഞ്ഞാൽ ഇത് സെക്സ് ഡിറ്റർമിനിങ് ക്രോമസോം ആണ്. സെക്സ് ക്രോമസോംസ് ആണ് 23. സോ XY ഫോർ മെൻ ആൻഡ് X ഫോർ ഫീമെയിൽ. സോ 1 മുതൽ 22 വരെ ഓട്ടോസോമും 23ാമത്തത് സെക്സ് ക്രോമസോംസും ആണ്. ആൻഡ് മനുഷ്യനിൽ നമ്മുടെ എല്ലാ സെല്ലും എക്സെപ്റ്റ് സെക്സ് എല്ലാം തന്നെ ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 2 കോപ്പീസ് ഓഫ് 1 മുതൽ 22 വരെയുള്ളതിന്റെയും എല്ലാത്തിന്റെയും 2 കോപ്പീസ് ഉണ്ടായിരിക്കും. ആൻഡ് പ്ലസ് X ആൻഡ് Y ക്രോമസോംസും ഉണ്ടായിരിക്കും. ഇനി മനുഷ്യന് ഡിപ്ലോയിഡ് അല്ലാതെ ഹാപ്ലോയിഡും ഉണ്ട്. ഹാപ്ലോയിഡ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മെയിലും ഫീമെയിലും ഹാപ്ലോയിഡ് വ്യത്യസ്തമാണ്. ഇപ്പൊ മെയിലില് സ്പേമിനകത്ത് ഹാപ്ലോയിഡ് ആണ്. ഫീമെയിലാണെങ്കിൽ അപ്പൊ എഗ്ഗിനകത്തായിരിക്കും ഹാപ്ലോയിഡ്. അവിടെ ഇതില് എല്ലാ പേരും ഇല്ല, ഓരോന്നിന്റെയും ഓരോ പേർ മാത്രമായിരിക്കും ഉണ്ടാവും. മെയിലിന്റെ സ്പേമിനകത്ത് ഇതിൽ തന്നെ വേണമെങ്കിൽ X ഓർ Y ആയിരിക്കും. ഫീമെയിൽ ആണെങ്കിൽ X ആയിരിക്കും. അതുകൊണ്ടാണ് X ആ കോമ്പിനേഷൻ വരുമ്പോൾ സ്പേമും എഗ്ഗും കൂടി യുണൈറ്റ് ചെയ്യുമ്പോൾ രണ്ടും X ആണെങ്കിൽ അത് ഫീമെയിൽ ആകും. ഒരെണ്ണം Xും ഒരെണ്ണം Y ആണെങ്കിൽ അത് മെയിൽ ആകും. ആ വ്യത്യാസമൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. സോ there are haploid, 2 സെല്ലാണ്, സ്പേമും എഗ്ഗും. ബാക്കി എല്ലാ സെല്ലും നമ്മുടെ മനുഷ്യനിലെ ക്രോമസോം ഡിപ്ലോയിഡ് സെല്ലുകളാണ് ഉള്ളത്. സോ ഇതാണ് നമ്മുടെ ക്രോമസോമിന്റെ കാരിയോടൈപ്പിങ്ങിനെ പറ്റി പറയാനുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് നമ്മുടെ DNA എങ്ങനെയാണ് ചുറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ കുറിച്ച് പറഞ്ഞു. ചുരുട്ടി വെച്ചിരിക്കുമ്പോൾ ആദ്യം ക്രോമാറ്റിൻ ആകുമെന്ന് പറഞ്ഞു. പിന്നെ അത് വളരെ ചുരുട്ടി ഡിവിഷനൊക്കെ വേണ്ടിയാണെങ്കിൽ ക്രോമോസോം ആകുമെന്ന് പറഞ്ഞു. ദെൻ 2 തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ദെൻ ക്രോമോസോംസ്, അതിന്റെ വ്യത്യാസങ്ങൾ, പല ടേംസ്, ജീൻസ്, അല്ലലി, അങ്ങനെയൊക്കെയുള്ള പല ടേംസ്, ഹോമോലോഗസ്, ഹെറ്ററോസൈഗസ്. ദെൻ ഓൾസോ ലാസ്റ്റ് നമ്മൾ ക്രോമോസോംസിന്റെ കാരിയോടൈപ്പിനും കണ്ടു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.